നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ വർഷത്തെ ബജറ്റ് ഇതൊരു പുതിയ ദിശാസൂചി നൽകുന്നതാണ്. കേരളത്തിലേക്ക് വൻകിട നിക്ഷേപങ്ങൾ എത്തുന്നില്ല, വൻകിട സ്ഥാപനങ്ങളോ വ്യവസായങ്ങളോ എത്തുന്നില്ല എന്ന് നമ്മളൊക്കെ പരിതപിക്കും. തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയും ഒക്കെ ചൂണ്ടി എല്ലാ വ്യവസായികളും എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന ചോദ്യം ഉയർത്തും. പലപ്പോഴും ട്രേഡ് യൂണിയൻ ഗുണ്ടായിസമൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ വ്യവസായികളെ മറ്റു സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതിലേറ്റവും മുഖ്യമായത് ഭൂമിയുടെ വില തന്നെ. ഒരു വലിയ ഫാക്ടറിയോ സ്ഥാപനമോ തുടങ്ങണമെങ്കിൽ ഒരുപാട് ഏക്കർ ഭൂമി വേണം. കേരളത്തിൽ മിച്ച ഭൂമി തുടങ്ങിയ ഒട്ടനവധി നൂലാമാലകൾ. ഭൂമിക്ക് സ്വർണത്തിൻ്റെ വിലയാണ്. കേരളത്തിൽ സാധാരണ ഭൂമി വിലയായി പറയുന്നത് ഉപയോഗ സൂചികയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പുനർവിൽപ്പനയുടെ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ ഉയർന്ന വിലയൊക്കെ ഭൂമിക്ക് വേണ്ടി ആളുകൾ ചോദിക്കുന്നത്. കേരളത്തിൽ പണ്ട് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണമാണ് ഇതിൻ്റെ മുഖ്യ ഘടകം. ചില വ്യവസായങ്ങൾ തുടങ്ങാൻ സർക്കാരിനെ ഭൂമിക്ക് വേണ്ടി വ്യവസായികൾ സമീപിക്കും. എന്നാൽ സ്ഥലം ലഭിക്കുന്നതിന് വലിയ കാലതാമസമാണ് പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വരിക. എന്നാൽ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിനിയോഗിക്കാതെ കിടക്കുന്ന നൂറുകണക്കിന് ഭൂമി കാണാൻ കഴിയും. ഒരു വശത്ത് സംസ്ഥാനത്തിൻ്റെ വ്യവസായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സമാകുന്ന തരത്തിൽ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ്. ഇവിടെയാണ് രണ്ടാം ഭൂപരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബജറ്റിലൂടെ വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ്റെ ആദ്യ ബജറ്റിലെ ഏറ്റവും നിർണായക പ്രഖ്യാപനവും അതുതന്നെ. രണ്ടാം ഭൂപരിഷ്കരണ ബിൽ. സംസ്ഥാനത്ത് സമഗ്രമായ ഒരു ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നാണ് സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ അവതരിപ്പിക്കുകയും 1970 അച്യുതമേനോൻ സർക്കാർ പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്ത ഒന്നാം ഭൂപരിഷ്കരണ ബിൽ. കേരള ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ ഒരു ഭൂപരിഷ്കരണ ബിൽ. അന്ന് പാവപ്പെട്ട കർഷകർക്ക് ഭൂമിയുടെ അവകാശം നൽകാനായിരുന്നു അത്തരമൊരു ഭൂപരിഷ്കരണ ബിൽ ആവിഷ്കരിച്ചത്. ഇപ്പോഴിതാ വ്യവസായ വികസനത്തിനും ഡിജിറ്റൽ യുഗത്തിനും അനുയോജ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി രണ്ടാം ഭൂപരിഷ്കരണം. 1963-70 കാലഘട്ടത്തിൽ ജന്മിത്വ വ്യവസ്ഥ അവസാനിപ്പിച്ച് വ്യക്തികളിൽ നിന്ന് മിച്ച ഭൂമി പിടിച്ചെടുത്ത് കുടിയാന്മാർക്കും സാധാരണ കർഷകർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു സർക്കാരിന്. എന്നാൽ ഇപ്പോൾ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഭൂമി പിടിച്ചെടുത്ത് വ്യവസായങ്ങൾക്കും നിക്ഷേപകർക്കും നൽകുക. ഇതൊരു പിടിച്ചെടുക്കലാവില്ല, പകരം ഭൂമിയുടെ കാര്യക്ഷമമായ വിനിയോഗമാണ് ഇവിടെ നടക്കുക. സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള അധിക ഭൂമി കണ്ടെത്തി നിക്ഷേപകർ, വ്യവസായ സംരംഭകർ, ഭവനരഹിതരായ തോട്ടം തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വിതരണം ചെയ്യുമെന്ന് ബജറ്റ് പറയുന്നു. ഇതൊരു ഭൂമി പിടിച്ചെടുക്കലല്ല, മറിച്ച് ഭൂമി പങ്കുവയ്ക്കലാണ്. അതാണ് രണ്ടാം ഭൂപരിഷ്കരണത്തിൻ്റെ കാതൽ. സ്ഥലത്തിൻ്റെ ഉടമസ്ഥർക്ക് അന്ന് പരിധി ഏർപ്പെടുത്തിയതായിരുന്നു ഒന്നാം ഭൂപരിഷ്കരണം. എന്നാൽ പുതിയ ഭൂപരിഷ്കരണത്തിൽ ലാൻഡ് പൂളിംഗ്, ലാൻഡ് ബാങ്ക് തുടങ്ങിയ പുതുതലമുറ രീതികൾ അവലംബിക്കും. രണ്ടാം ഭൂപരിഷ്കരണത്തിലെ ചില ശ്രദ്ധേയമായ വ്യവസ്ഥകൾ ഇങ്ങനെയാവും. കൃത്യമായ ഭൂവിനിയോഗ നയം. ഉപയോഗിക്കാതെ കിടക്കുന്ന സർക്കാർ ഭൂമിയും മിച്ച ഭൂമിയും പ്രയോജനപ്പെടുത്താൻ പുതിയ നയം നടപ്പിലാക്കും. പുതിയ IT പാർക്കുകൾ, വ്യവസായ ഇടനാഴികൾ, മറ്റ് വികസന പദ്ധതികൾ എന്നിവയ്ക്കായി ഈ ഭൂമി നിക്ഷേപകർക്ക് നൽകും. സംസ്ഥാനത്ത് തുടരുന്ന എൻ്റെ ഭൂമി ഡിജിറ്റൽ സർവേ വഴി കൃത്യമായ അതിരുകൾ നിർണയിച്ച് പട്ടയ വിതരണം വേഗത്തിലാക്കും. ഭൂമി വിട്ടു നൽകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും വേഗത്തിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും അധിക ഭൂമി കണ്ടെത്തി ലാൻഡ് ബാങ്ക് കൊണ്ടുവരും. ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വ്യവസായങ്ങൾക്കായി വേഗത്തിൽ ലഭ്യമാക്കും. ഭൂമിയുടെ വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് ഒരു വെബ് പോർട്ടൽ വഴി ലഭ്യമാക്കും. വൻകിട പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് സംവിധാനവും തീരദേശവാസികൾക്കും മലയോര കർഷകർക്കും പട്ടയം നൽകാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കും. വലിയ വികസന പദ്ധതികൾക്കായി ഭൂവുടമകൾ സ്വമേധയാ ഭൂമി പങ്കിടുന്ന രീതിയാണ് ലാൻഡ് പൂളിംഗ്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന ഭൂമിയിൽ ഒരു പദ്ധതി വരുമ്പോൾ ഭൂമിയുടെ മൂല്യം വർദ്ധിക്കുകയും ഇതിൻ്റെ വിഹിതം ഭൂമി ഉടമയ്ക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ടാം ഭൂപരിഷ്കരണം യാഥാർത്ഥ്യമാക്കുമെന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ എന്തായിരുന്നു ഒന്നാം ഭൂപരിഷ്കരണമെന്ന് നമുക്കൊന്ന് ഓടിച്ചു കണ്ണോടിക്കാം. 1970-കളിൽ നമ്മൾ ഏറെ അഭിമാനത്തോടെ കൊട്ടിഘോഷിച്ച ഒന്നാം ഭൂപരിഷ്കരണ ബിൽ.
എന്നാൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1990കളിൽ ഒന്നാം ഭൂപരിഷ്കരണ ബിൽ അതൊരു പരാജയമായിരുന്നുവെന്ന് കേരളം പലപ്പോഴും തിരിച്ചറിഞ്ഞു. സാമൂഹിക വികസന സൂചികകളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ പിന്നോട്ടു പോയ കാലഘട്ടം. സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ തകർച്ച. അത്തരമൊരു കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു ഒന്നാം ഭൂപരിഷ്കരണ ബില്ലിലൂടെ കേരളത്തിലും നടപ്പിലാക്കിയത്. മറഞ്ഞുകിടന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനതയ്ക്ക് കൃത്യമായ ഭൂമി പതിച്ചു നൽകൽ എന്നതായിരുന്നു ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ കാതൽ. എന്നാൽ തത്വം അട്ടിമറിക്കപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, കുടിയാന്മാർ, ആദിവാസികൾ, ദളിതർ തുടങ്ങിയവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ പരിഹരിച്ചിരുന്നുവോ? കേരള വികസന മാതൃകയുടെ അടിസ്ഥാനമായി അന്ന് വിലയിരുത്തപ്പെട്ടത് കേരളത്തിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമമായിരുന്നു. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെ ആത്മാഭിമാനത്തോടെ കൊട്ടിഘോഷിക്കുന്ന അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി 1970കളുടെ ആദ്യത്തോടെ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകൾ പ്രസംഗിച്ചത്. 25 ലക്ഷത്തോളം വരുന്ന കുടിയാന്മാർക്ക് തങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന ഭൂമിയിൽ സ്ഥിരാവകാശം കിട്ടി എന്ന പ്രചരണം. ഇതൊരു ചെറിയ കാര്യമല്ല. എന്നാൽ എത്ര കുടിയാന്മാർക്ക് അവിടെ അവകാശം ലഭിച്ചു? വാഗ്ദാനം ചെയ്ത അവകാശം അവർക്ക് നൽകിയിരുന്നോ? ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെ ഔദാര്യമായിരുന്നില്ല. 4-5 പതിറ്റാണ്ട് കാലത്ത് സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നടന്നു വന്ന ഒരു പോരാട്ടം കൂടിയായിരുന്നു ജന്മി കുടിയാൻ സമരം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന മുദ്രാവാക്യമുയർത്തി ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരോട്ടം നടത്തിയത് ഭൂപരിഷ്കരണത്തിലെത്തിയ ആ സമര പോരാട്ടങ്ങളിലൂടെ. എന്നാൽ 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ആ മേഖലയിൽ നിന്നുയർന്നു വന്ന മറ്റൊരു ആരവം, കൃഷി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്തത് കർഷകർക്ക് ഭൂമി തിരികെ നൽകുന്നു എന്ന മുദ്രാവാക്യത്തിലൂടെ. ഒരു കുടുംബത്തിന് 5 ഏക്കർ വരെ കൃഷിഭൂമി നൽകും എന്നൊക്കെ അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 1957 സർക്കാർ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ 18 ലക്ഷം ഏക്കർ മിച്ചഭൂമി ഉണ്ടെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ 1970കളിൽ നിയമം നടപ്പിലാക്കിയ കാലമായപ്പോഴേക്കും മിച്ചഭൂമിയുടെ അളവ് 1/6 കുറഞ്ഞ് കേവലം 3 ലക്ഷം മാത്രമായി മാറി. ഇതെങ്ങനെയെന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ല. മിച്ചഭൂമി ആരുടെ കൈവശമെത്തി എന്നതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണങ്ങളും ഉണ്ടായില്ല. 1979 കേരളം ഭരിച്ച CH സർക്കാർ ഒരു പ്രധാന നിയമം പാസാക്കി, ഇഷ്ടദാന നിയമം. അതുവഴി ആർക്കെങ്കിലും മിച്ചഭൂമി അവശേഷിക്കുന്നുവെങ്കിൽ അതെല്ലാം വേണ്ടപ്പെട്ട ആർക്കും ഇഷ്ടദാനമായി നൽകാം. ഇതോടെ 1973 നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം തന്നെ അട്ടിമറിക്കപ്പെട്ടു. അന്ന് മിച്ചഭൂമി കൈമാറാതെ കൈവശം വെച്ചവർ 1979 മിടുക്കന്മാരായ കാഴ്ച. മണ്ണിൽ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നവർക്ക് ഒരു തുണ്ട് കൃഷിഭൂമി പോലും കിട്ടിയില്ല എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വേദനാജനകമായ സത്യം. ഒടുവിൽ സർക്കാർ കണ്ടെത്തിയ മിച്ചഭൂമി കേവലം 90,000 ഏക്കർ മാത്രം. 3 ലക്ഷം കണക്കുകളിൽ സർക്കാരിൻ്റെ കൈകളിലെത്തിയത് 90,000 ഏക്കർ മാത്രം. ഈ ഭൂമിയിൽ വിതരണം ചെയ്തത് 40,000 ഏക്കർ ഭൂമി മാത്രം. ഓർക്കണം, 18 ലക്ഷം മിച്ചഭൂമി ഏറ്റെടുക്കാൻ ഇറങ്ങിത്തിരിച്ച സർക്കാരുകളുടെ കയ്യിൽ ആകെ എത്തിയത് 90,000 ഏക്കർ. അതിൽ പോലും 40,000 ഏക്കർ മാത്രമാണ് ഭൂരഹിതർക്ക് വിതരണം ചെയ്തത്. ചുരുക്കത്തിൽ അന്ന് ജന്മികളുടെ കൃഷിഭൂമിയിൽ പാട്ടകൃഷി നടത്തിയിരുന്ന കുടിയാന്മാരെ കബളിപ്പിക്കുകയായിരുന്നു സർക്കാരുകൾ. പിന്നീട് നമ്മൾ 10 സെന്റ് തുടങ്ങി 5 സെന്റ്, 3/4 സെന്റ്, കോളനി തുടങ്ങിയ പദപ്രയോഗങ്ങൾ കേരളത്തിൽ കേട്ടു. അവിടെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ റോഡ്, തോട് പുറംപോക്കുകളിലേക്ക് കടന്നു. തോട്, റോഡ് പുറംപോക്കുകളിൽ കാലാകാലങ്ങളിലായി കഴിഞ്ഞുകൂടിയവർക്ക് എന്തുകൊണ്ട് കൃഷിഭൂമി വിതരണം ചെയ്യാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല? ചുരുക്കത്തിൽ ഒന്നാം ഭൂപരിഷ്കരണ നിയമം അടിമുടി പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഭൂരഹിത കർഷകർ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഓമനപ്പേരിൽ വിളിച്ചിരുന്ന കർഷകരെ പൂർണ്ണമായും മാറി മാറി വന്ന സർക്കാരുകൾ വഞ്ചിച്ചു. ചുരുക്കത്തിൽ ഒരുപാട് ഭൂമി കൈവശം വച്ചിരുന്നവരുടെ കൈകളിൽ നിന്ന് മിച്ചഭൂമി എന്ന പേരിൽ വലിയൊരു ഏക്കർ പാടവും പാടശേഖരവുമൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ അന്നൊരു വ്യക്തിക്കും സ്ഥാപനത്തിനും കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് കൊടുത്ത എസ്റ്റേറ്റുകളുണ്ടായി. വലിയ തോതിലുള്ള എസ്റ്റേറ്റുകൾ മാത്രമേ സാമ്പത്തികമായി നിലനിൽക്കൂ എന്ന മുതലാളിത്ത സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റുകളും അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരമൊരു നയരൂപീകരണത്തിന് പിന്നിൽ കൃത്യമായ അട്ടിമറിയാണ് നടന്നത്.
1975 ശേഷം 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്ന് കേരളം എത്തി നിൽക്കുന്ന കാഴ്ച പല തേയിലത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളുമൊക്കെ തരിശു പ്രദേശങ്ങളായി മാറി. പല സ്ഥലങ്ങളിലും തൊഴിലാളികളില്ല, കൃഷി നടക്കുന്നില്ല. അവശേഷിക്കുന്ന പാടശേഖരം തരിശുഭൂമിയായി മാറി. കേരളത്തിലെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിൻ്റെ കാര്യമെടുത്താൽ നമുക്ക് കാര്യങ്ങളുടെ ഏകദേശ നിജസ്ഥിതി വ്യക്തമാകും. റബ്ബറിൻ്റെ 3/4 പങ്കിലധികവും ഉൽപ്പാദിപ്പിക്കുന്നത് വൻകിട തോട്ടങ്ങളിലല്ല, 2 ഏക്കറും അതിൽ താഴെയുമുള്ള തുണ്ടുഭൂമികളിൽ ആ കർഷകർ കഠിനാധ്വാനം ചെയ്യുന്നു. വൻകിട തോട്ടങ്ങൾ പലതും പൂട്ടിപ്പോയി, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും കഴിയുന്നില്ല. ഈ ഭൂമിയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഭൂ ഉടമകൾ കണ്ണുവെക്കുന്നു. തോട്ടം മേഖലയിൽ ഇതുവരെ പാറ ഖനനം അനുവദിച്ചിട്ടില്ല. എന്നാൽ പാറ ഖനനം ഉൾപ്പെടെയുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾ തോട്ടം മേഖലയിൽ നടത്താനും ഈ സർക്കാർ ചില ആലോചനകൾ നടത്തുന്നു. ഏത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും വിലക്കെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരം മേഖലകൾ. അവരുടെ കൈപ്പിടിയിൽ ഈ ഭരണകൂടം വീഴരുത്. സ്വദേശി വിദേശി ഉടമസ്ഥതയിലുള്ള പല എസ്റ്റേറ്റുകളും സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് നടത്തുന്നതാണ്. പാട്ടകാലാവധി പൂർത്തിയാക്കുകയോ പാട്ടക്കരാർ ലംഘനം നടത്തുകയോ ചെയ്താൽ ആ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം. തദ്ദേശൻ സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ പാട്ടകാലാവധി കഴിഞ്ഞ ഈ എസ്റ്റേറ്റുകൾ ആദ്യം സർക്കാർ ഏറ്റെടുക്കുക. അവിടെയാണ് വികസനത്തിൻ്റെ ആദ്യ കുതിപ്പ് തുടങ്ങേണ്ടത്. മിച്ച ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ഭൂരഹിത കർഷകർ അഥവാ ഇന്നത്തെ കർഷക തൊഴിലാളികളാണ്. ഭൂമിയുടെ ന്യായമായ വിതരണം ഉറപ്പുവരുത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയണം. ചെങ്ങറിയും ചെറുവള്ളി എസ്റ്റേറ്റുമൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. കേവലം ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയും ജന്മിത്വവുമൊക്കെ ചൂണ്ടിക്കാട്ടി കുടിയാന്മാരെ അണിനിരത്തി എത്രയെത്ര സമരങ്ങൾ, പോരാട്ടങ്ങൾ. ആലപ്പുഴ ജില്ലയെ നെല്ലിൻ്റെ കലവറയാക്കി മാറ്റിയ കുട്ടനാടിൻ്റെ മുരിക്കൻ, ആ മുരിക്കൻ്റെ പാടശേഖരം ഇന്ന് കിടക്കുന്ന അവസ്ഥ നമുക്കറിയാം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണം പാടശേഖരവും തണ്ണീർത്തടങ്ങളുമൊക്കെ പിടിച്ചെടുത്തതിൻ്റെ ഫലമാണ്. എന്നാൽ തോട്ടം മേഖല അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. പ്രത്യേകിച്ച് തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയ മേഖലകൾ. ഇന്ന് ഭൂമി സാധാരണ മനുഷ്യന് കിട്ടാക്കനിയാണ്. കേരളത്തിലെ ഭൂമി വില എല്ലാ യുക്തികൾക്കും അപ്പുറം. ഊഹക്കമ്പോളത്തിലെ ഒരു വ്യാപാരമാണിന്ന് ഭൂമി കച്ചവടം. കുന്നും മലയും പുഴയോരങ്ങളിലെ സ്ഥലത്തിനുമൊക്കെ ഇന്ന് ടൂറിസം എന്ന ഓപന പേരിൽ വലിയ വിലയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 2 ഭൂപരിഷ്കരണം അനിവാര്യമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ കൃത്യമായ പഠനം ഇക്കാര്യത്തിൽ വേണം. ആർജവമുള്ള സർക്കാർ ആദ്യം ചെയ്യേണ്ടത് പാട്ടകാലാവധി അവസാനിച്ച തോട്ടങ്ങൾ ഏറ്റെടുക്കലാണ്. അതിലൂടെ വേണം 2ാം ഭൂപരിഷ്കരണം തുടങ്ങാൻ. സർക്കാരിൻ്റെ തരിശു പ്രദേശങ്ങൾ ഏറ്റെടുത്ത് കൃത്യതയോടെ അതിൽ വികസനങ്ങൾ എത്തിക്കണം. എന്തിനേറെ സിറ്റികളിലുള്ള സർക്കാർ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് മൾട്ടി ലെവൽ പാർക്കിങ്ങുകളെങ്കിലും അനുവദിക്കാമല്ലോ. നഗരത്തിലെ തിരക്കിനെങ്കിലും ഒരു കുറവ് വരും. വികസനം കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുക തന്നെ ചെയ്യണം. PPP മോഡൽ എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ ഭൂമി തട്ടിയെടുക്കലാവരുത്. സതീശൻ തുടങ്ങിവെച്ചത് ഒരു പുതു വിപ്ലവമാണ്. അത് കേരളത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.